Download now. CC Learning app. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. അടുത്ത സെറ്റ് എക്സാമിന്റെ ഡേറ്റ് എന്താണ്? ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ഇനി നമ്മുടെ അടുത്ത സെറ്റ് എക്സാം. അപ്പോൾ കഴിഞ്ഞ സെറ്റ് എക്സാമിന്റെ റിസൾട്ട് ആണ്. അപ്പോൾ ഈ റിസൾട്ട് പോസ്റ്റർ നോക്കിക്കോളൂ. അടുത്ത സെറ്റ് എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ ഈ പോസ്റ്ററിൽ നിങ്ങളുടെ മുഖവും ഉണ്ടായിരിക്കണം. അതായിരിക്കണം നിങ്ങൾ അടുത്ത് സെറ്റ് ചെയ്യേണ്ട ഗോൾ. അവിടെ നിങ്ങൾ കാണത്തക്ക രീതിയിൽ തന്നെ എഴുതി വെക്കുക, ഇത്തവണത്തെ സെറ്റ് എക്സാം ഞാൻ ക്രാക്ക് ചെയ്തിരിക്കും. ഇനി അടുത്ത സംശയം എങ്ങനെ പഠിക്കണം എന്നുള്ളതായിരിക്കും. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ സംശയം, അല്ലെ? ഇനി എത്രത്തോളം ദിവസമുണ്ട്? ഏകദേശം 75 ഡേയ്സ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പൊ തനിയെ പഠിക്കുന്നവരാണെങ്കിൽ ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമായിരിക്കും. അതിന് തന്നെ കുറച്ച് ടൈം എടുക്കും, അല്ലെ? ഫാസ്റ്റായ ഒരു സിലബസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ CC നിങ്ങൾക്ക് വേണ്ടി ഒരു 75 ഡേയ്സിന്റെ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇനി നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് ആ 75 ഡേയ്സിന്റെ ടൈം ടേബിൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ 75 ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഡേ ഫസ്റ്റില് നിങ്ങൾ എന്ത് പഠിക്കണം എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സിലബസ് കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഓരോ ദിവസവും പഠിക്കേണ്ട കാര്യങ്ങൾ, ആപ്പിൽ ഏതൊക്കെ ക്ലാസ്സുകൾ കാണണം, ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യണം എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഫിലോസഫി ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ. നിങ്ങൾക്കറിയാം, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും അനാലിസിസ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ ഫിലോസഫിയുടെ ഭാഗത്ത് നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അടുത്ത എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് നീതി ആയോഗാണ് നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ലിറ്ററേച്ചർ, ക്ലാസിക് ആൻഡ് മാസ്റ്റർ പീസ് ഓഫ് വേൾഡ് ഫസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, മാച്ച് ദ ഫോളോയിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതിലൊരു ചോദ്യം ഈ ഭാഗത്ത് നിന്നായിരിക്കും. അതുപോലെ കേരള റിവോൾട്ട് പഠിക്കുമ്പോൾ അതും മിക്കവാറും ചോദ്യം വരിക മാച്ച് ദ ഫോളോയിങ്ങിന്റെ പാർട്ടിൽ നിന്നായിരിക്കും, അല്ലെ? അപ്പൊ ഒന്നാമത്തെ ദിവസം നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മാത്രം മതിയോ? പോരാ, ഓരോ ദിവസവും വർക്കൗട്ട് ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് സെക്ഷൻസിൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് അവിടെ തീർക്കാൻ സാധിക്കും, കേട്ടോ. അപ്പൊ അടുത്ത 2ാമത്തെ ദിവസം നോക്കുമ്പോൾ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ഇവിടെ പഠിക്കേണ്ടത് അതിന്റെ ബാക്കി പാർട്ട് തന്നെയാണ്. സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നുള്ളതാണ്. അടുത്ത എക്കണോമിക്സ് പഠിക്കുമ്പോൾ GST പഠിക്കണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, ചോദ്യം ഉറപ്പാണ്. ലിറ്ററേച്ചർ അത് തന്നെയാണ് പഠിക്കേണ്ടത്, പക്ഷേ പാർട്ട് 2 ആണ്. ക്ലാസിക് ആൻഡ് മാസ്റ്റർ പീസസ് ഓഫ് വേൾഡ് 2 എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൽ കൊടുത്തിരിക്കുന്ന ക്ലാസിന്റെ ബേസിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ട് 1, 2 എന്നൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്, കേട്ടോ. അതുപോലെ കേരള റിവോൾട്ട് 2 ആണ് പഠിക്കേണ്ടത്. ഇനി 3ാമത്തെ ദിവസം വരുമ്പോൾ ബുദ്ധിസം നിങ്ങൾ പഠിക്കണം. 5 ഇയർ പ്ലാൻ പഠിക്കണം. എക്കണോമിക്സ് ആകുമ്പോൾ കേരള റിവോൾട്ട് 3 ആണ് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ. ആവശ്യമുള്ള സെറ്റ് എക്സാമിന് എന്താണോ ചോദിക്കുന്നത് അത് മാത്രമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി 4ാമത്തെ ദിവസം വരുമ്പോൾ നിങ്ങൾ ബുദ്ധിസം പഠിച്ചു കഴിഞ്ഞു, അല്ലെ? അപ്പൊ അടുത്തെന്താ നിങ്ങൾ പഠിക്കേണ്ടത്? ജൈനിസം പഠിക്കണം, ഇസ്ലാമിക് തോട്ട്സ് പഠിക്കണം. എക്കണോമിക്സ് വരുമ്പോൾ നിങ്ങൾ 5 ഇയർ പ്ലാൻ 1 പഠിച്ചു കഴിഞ്ഞു. അടുത്ത 2 ആണ് പഠിക്കേണ്ടത്. ലിറ്ററേച്ചർ, മേജർ ആർട്സ് ഫോംസ് ഇൻ ഇന്ത്യ ആണ് പഠിക്കേണ്ടത്. കേരള റിവോൾട്ട് അടുത്ത പാർട്ട് വീണ്ടും ഉണ്ട്, 4. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത 5ാമത്തെ ദിവസം വരുമ്പോൾ എന്താ പഠിക്കേണ്ടത്? ഐഡിയലിസം പഠിക്കണം. എക്കണോമിക്സ് വരുമ്പോൾ ബാങ്ക്, അല്ലെ? ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. ഇനി ലിറ്ററേച്ചർ, ആർട്ട്, ഡാൻസ് പാർട്ട് 1 അത് നമ്മുടെ ആപ്പിൽ ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, കേട്ടോ. കേരള റിവോൾട്ട് വരുമ്പോൾ 5 പാർട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്ത 6ാമത്തെ ദിവസം നാച്ചുറലിസം പഠിക്കണം. എക്കണോമിക്സ് വരുമ്പോൾ RBI ആൻഡ് മോണിറ്ററി റെഗുലേഷൻസ് പഠിക്കണം. നെക്സ്റ്റ് വരുമ്പോൾ ലിറ്ററേച്ചർ,
ആർട്ട് ഡാൻസ് പാർട്ട് 2ഉം 3യും നിങ്ങൾ കവർ ചെയ്തിരിക്കണം. കേരള റിവോൾട്ട് 6. ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സമയമില്ല എന്ന് പറഞ്ഞ് ഒന്നിനെയും മാറ്റി വെക്കരുത്. സമയം നമ്മളെ തേടി വരത്തൊന്നുമില്ല. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണുള്ളത്. ആ സമയത്തെ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് പഠിക്കണമെന്നുള്ളതും നമ്മുടെ CC നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരു ജോബുള്ള ഒരാൾക്ക് പോലും 5 മണിക്കൂർ കൃത്യമായിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് പഠിക്കാൻ സാധിക്കും. ജോബ് ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് 10-12 മണിക്കൂർ വരെ തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കും. നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. ഇനി 7ാമത്തെ ദിവസം വരുമ്പോൾ അവിടെ റിവിഷനാണ്. ഒരു സെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യം റിവിഷനാണ്. റിവിഷൻ മാത്രമല്ല, റിവിഷൻ എക്സാമിനും കൂടി അവിടെ പ്രാധാന്യമുണ്ട്. അവിടെ നിങ്ങൾ ഈ 6 ദിവസം പഠിച്ച കാര്യങ്ങളിൽ എത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു. നിങ്ങളൊരു എക്സാം എഴുതി നോക്കണം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി നോക്കണം. അവിടെ ഏതൊക്കെ ടോപ്പിക്ക് നിങ്ങൾ വിട്ടുപോയി എന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓപ്ഷൻസിലൂടെ പഠിച്ചു പോകണം. വലിച്ചു വാരി പഠിക്കാൻ നിങ്ങൾ നിൽക്കുകയേ ചെയ്യരുത്. ഓപ്ഷൻസിലൂടെ പഠിച്ച് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ കളക്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഇത് നല്ലൊരു വേയിലൂടെ തന്നെ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു വേയിലൂടെ തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത 7ാമത്തെ ദിവസം കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പോകുന്നത് 8ാമത്തെ ദിവസത്തിലേക്കാണ്. 8ാമത്തെ ദിവസം വരുമ്പോൾ അവിടെ പ്രാഗ്മാറ്റിസം വരുന്നുണ്ട്. നവോത്ഥാന സംഘടനകൾ, റിനേസൻസ് വളരെ പ്രധാനമാണ് കേട്ടോ. ലിറ്ററേച്ചർ, ആർട്ട്, പെയിന്റിംഗ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് അല്ലെ. പെയിന്റിങ്ങിന്റെ ഭാഗത്ത് നിന്നൊരു ചോദ്യം ഉറപ്പാണ്. 9ാമത്തെ ദിവസം വരുമ്പോൾ ഹ്യൂമനിസം, റിയലിസം, അടുത്ത നവോത്ഥാന സംഘടനകൾ 2 ആണ്. 2 എന്താ കാണിച്ചിരിക്കുന്നത്? ആപ്പിലെ ക്ലാസ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ലിറ്ററേച്ചർ, ആർട്ട്, മ്യൂസിക് 1 ആണ്. അടുത്ത 10ാമത്തെ ദിവസം നിങ്ങൾ പഠിക്കുന്നത് എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, ഗാന്ധിജി, ടാഗോർ പഠിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും അല്ലെ. എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ എത്ര ക്വസ്റ്റ്യൻസ് ആ വരുന്നത് അല്ലെ. 1-2 ക്വസ്റ്റ്യനൊക്കെ അവിടെ നിങ്ങൾക്ക് ഉറപ്പിക്കാനും സാധിക്കും. അടുത്ത് പഠിക്കാനുള്ളത് നവോത്ഥാന സംഘടനകൾ 3 ആണ്. പാർട്ട് 3 ആണ്. ലിറ്ററേച്ചർ, ആർട്ട്, മ്യൂസിക് 2 നിങ്ങൾ അവിടെ പഠിക്കുന്നു. 11ാമത്തെ ദിവസം വിവേകാനന്ദ, പ്ലേറ്റോ, ഇവരെ ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണ് കേട്ടോ. കേരള ആർട്സ് ആൻഡ് കൾച്ചർ, ലിറ്ററേച്ചർ ഇത്രയും നിങ്ങൾ പഠിക്കുന്നു. 12ാമത്തെ ദിവസം നോക്കൂ, റൂസോ, മോണ്ടിസോറി, ദെൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണ്. നാഷണൽ മൂവ്മെന്റ്സ് പാർട്ട് 1 നിങ്ങൾ പഠിക്കുന്നു. ഇന്ത്യൻ ജോഗ്രഫി 1 പഠിക്കുന്നു. അടുത്ത 13ാമത്തെ ദിവസം ഫ്രോബൽ, ജോൺ ഡൂയി, പൗലോ ഫ്രയറി പഠിക്കുന്നു. ഇന്ത്യൻ ഹിസ്റ്ററി വീണ്ടും പഠിക്കുന്നു. 2ാമത്തെ പാർട്ട് നിങ്ങൾ പഠിക്കുവാണ്. ഇന്ത്യൻ ജോഗ്രഫി 2 പഠിക്കുന്നു. 14ാമത്തെ ദിവസം റിവിഷനാണ്. ഇങ്ങനെ നിങ്ങൾ 75ാമത്തെ ഡേയ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ എന്ത് കിട്ടും? എക്സാം കിട്ടും. എക്സാം സാധാരണ നിലയിലുള്ള എക്സാം ആണോ? അല്ല. സെറ്റ് എക്സാം എങ്ങനെയാണോ നിങ്ങൾ എഴുതുന്നത് അതുപോലെ തന്നെയായിരിക്കും നിങ്ങളെ എക്സാം. 1ഉം 2ഉം എക്സാം ഒന്നും അല്ല നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഏകദേശം 10 എക്സാമോളം ജനറൽ പേപ്പറിന്റെ ഭാഗത്ത് നിന്നും 5 എക്സാമോളം സബ്ജക്റ്റിന്റെ ഭാഗത്ത് നിന്നും നിങ്ങൾ എഴുതും. അങ്ങനെ 15 എക്സാംസ് കവർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ സെറ്റ് എക്സാം പാസ്സാകാൻ തയ്യാറായി കഴിഞ്ഞു. എക്സാം എഴുതാൻ തയ്യാറായി കഴിഞ്ഞു അല്ലെ. പാസ്സാകാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ CC ഇവിടെ ഒരു 75 ഡേയ്സിന്റെ എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ CCയുടെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏകദേശം 400 ലൈവ് ക്ലാസ് വരെയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. നമുക്കിവിടെ 120 ഡേയ്സും 90 ഡേയ്സും റണ്ണിങ് ആണ്. കുട്ടികൾ വളരെയധികം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. അപ്പൊ നിങ്ങൾക്കും അവരോടൊപ്പം പഠിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ പഠനം ആരംഭിക്കുക. ഇനി സമയമില്ല. ഇനി സമയം നീക്കി വെക്കാൻ നിങ്ങളുടെ മുന്നിലില്ല. ഇത്തവണ തന്നെ നിങ്ങൾ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യണം. നമ്മുടെ CCയോടൊപ്പം ജോയിൻ ചെയ്ത് പഠിച്ചാൽ അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് മെന്ററിന്റെ സപ്പോർട്ടോടു കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരോട് ചോദിക്കാം? നമ്മുടെ മെന്ററോട് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഡെയിലി വർക്കൗട്ട്, ആക്ടിവിറ്റി ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ 2016 മുതൽ ഈ 2026 ആദ്യം ജനുവരിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ
ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ CC-യോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മുടെ CC-യുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എത്രയും വേഗം ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ആപ്പിനുള്ളിലുണ്ട്. അപ്പം നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുന്നവരാണോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമുക്ക് എല്ലാ കറണ്ട് അഫയേഴ്സും നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കാം, നിങ്ങളുടെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം, നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി എത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സാം എഴുതിയൊക്കെ നോക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചേർന്ന് പഠിക്കുക, നമ്മുടെ CC-യോടൊപ്പം ചേർന്ന് പഠിക്കുക. അതിന് ഒരു കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനം എന്നുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇനി ഫ്രീ ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലിങ്ക്, ഫ്രീ ഗ്രൂപ്പ്സിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു. Download now. CC Learning App.